സിക്സ്ത് സ്റ്റാൻഡേർഡ് ഗൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയ്ക്ക് മുഖവര എന്നുള്ളൊരു ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ, എവിടെ എല്ലാവരും ഓണല്ലേ, എല്ലാവരും സെറ്റ് അല്ലേ? ഈ സെറ്റ് ആണെങ്കിൽ കുറച്ച് നമ്മുടെ ന്യൂട്ടൺസിന്റെ സ്വന്തം റെഡ് ആപ്പിൾ ഒന്ന് ഇട്ടേ ചാറ്റ് ബോക്സിൽ വേഗം. എവിടെ നോക്കട്ടെ നമ്മുടെ പവർ, സിക്സ്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന്റെ പവർ നോക്കട്ടെ. ഓക്കെ, യെസ്. എടാ, അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ. യെസ്, ദാ റെഡ് ആപ്പിൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് സെറ്റ് ആയിട്ട് കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്താന്നുള്ളതാണല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. എന്താണ് ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പോയ വലിയൊരു ടോപ്പിക്കിലേക്കാണ് ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ച് പഠിക്കാനാണ് പോയത് അല്ലെ. അവിടെ നമ്മൾ കോഡ് ഓഫ് ഹമ്മുറാബി അഥവാ ഹമ്മുറാബിയുടെ നിയമസംഹിതയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവിനെ നമ്മൾ പരിചയപ്പെട്ടു. ആരായിരുന്നു? കിങ് ജോൺ ആയിരുന്നു അല്ലെ. കിങ് ജോൺ ആയിരുന്നു രാജാവ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗ്ലോറിയസ് റവല്യൂഷൻ ഓഫ് 1688, മഹത്തായ വിപ്ലവം 1688 മഹത്തായ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പഠിക്കാനാണ് അല്ലെ. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ച് വിവരിച്ചു. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് അത് കഴിഞ്ഞ് പോയതോ ഫ്രഞ്ച് റവല്യൂഷൻ ആയിരുന്നു അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പഠിച്ചു നമ്മള്. അത് കഴിഞ്ഞ് നേരെ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്സ് ഏതൊക്കെയാന്നുള്ളതായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലിഖിതവും അലിഖിതവും അതിന്റെ ഓരോന്നിനെ കുറിച്ചും ഏതൊക്കെ രാജ്യങ്ങളാണ് അത് പിന്തുടരുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിജിഡും ഫ്ലെക്സിബിളും ആണെന്ന് പറഞ്ഞു അല്ലെ. ദൃഢമായതും അതേപോലെ തന്നെ അയവുള്ളതാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ഇനാക്റ്റഡ് നടപ്പിലാക്കിയതിനെ കുറിച്ചും പരിണമിച്ചു വന്നതാണോ ഇവോൾവ്ഡ് ആണോ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലെ. ദെൻ ഫൈനലി നമ്മൾ പറഞ്ഞത് എസെൻഷ്യൽ ക്വാളിറ്റീസ് അല്ലെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ആവശ്യമായ, ഭരണഘടനയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഏതൊക്കെയാന്നുള്ള കാര്യവും കൂടിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോടാ? യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ ഭരണഘടനാ വ്യവസ്ഥ. വൺസ് അഗെയിൻ എന്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ ഭരണഘടനാ വ്യവസ്ഥ. നോക്കിക്കടാ, ലെറ്റ് us examine what is constitutionalism അഥവാ ഭരണഘടനാ വ്യവസ്ഥ. എന്താണ് മക്കളെ കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? അൺലിമിറ്റഡ് പവർ ടു ദ റൂളേഴ്സ് ക്യാൻ ഡിസ്ട്രോയ് പീപ്പിൾസ് ഫ്രീഡം ആൻഡ് ലീഡ് ടു ഡിക്റ്റേറ്റർഷിപ്പ്. നമുക്കറിയാം അല്ലെ, നമ്മളിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ നിയമത്തിന് വിധേയരാണ്. അതായത് ഇങ്ങനെ രാജാവിന് എല്ലാ അധികാരങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് പതിയെ അവരുടെ ഫ്രീഡം, സ്വാതന്ത്ര്യം നഷ്ടമാകും അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണലിസം ഒപ്പോസസ് സച്ച് മിസ്യൂസ് ഓഫ് പവർ. അപ്പോ ഈ പരിധിയില്ലാതെ അധികാരം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എതിർത്തിരുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനോട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ലിമിറ്റ്സ് ദ ഗവൺമെന്റ് പവേഴ്സ് ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? അതൊരു ഗവൺമെന്റിന്റെ അധികാരങ്ങൾ എല്ലാ കാര്യത്തിനും അധികാരം കൊടുക്കാതെ ലിമിറ്റിംഗ് ദ ഗവൺമെന്റ് പവർ, സർക്കാരിന്റെ അധികാരങ്ങളെ കുറയ്ക്കുക. ഇതിനെ തടയുന്നതിനായി ഭരണഘടനാ വ്യവസ്ഥ ഗവൺമെന്റിന്റെ അധികാരം ഭരണഘടന എന്ത് ചെയ്തു? പരിമിതപ്പെടുത്തുന്നു, കുറയ്ക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അധികാരം കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്നു. ഇറ്റ് എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ, കൺട്രോൾ ഓവർ അതോറിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾസ് റൈറ്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് കൂടുതൽ ഉറപ്പുവരുത്തിയ കാര്യം? ഇറ്റ് എൻഷുവേഴ്സ് റൂൾ ഓഫ് ലോ, ഭരണാധികാരികളെ നിയന്ത്രിക്കണം, അതേപോലെ തന്നെ നിയമവാഴ്ച ഉറപ്പാക്കൽ, ദെൻ ജന അവകാശങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. യെസ്. അടുത്ത നോക്കാം, ഫ്രെയിമിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയെ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്. ഓക്കെ, അപ്പൊ നോക്കിയാ, ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലുത്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ത്രൂ ദ സിമിലർ ഹിസ്റ്റോറിക്കൽ പ്രോസസ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു സിമിലർ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
ഫോം ചെയ്തിട്ടുള്ളത്. സിമിലർ ഇതേപോലെയുള്ള ഈ പറഞ്ഞ പ്രക്രിയയിലൂടെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നോക്കാം നമുക്ക് എന്താ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. നോക്കിക്കേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ ഓഫ് 1600 CE ടു സ്റ്റാർട്ട് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു കേട്ടോ. അപ്പൊ 1600 ഇംഗ്ലീഷുമായിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു ട്രേഡ് റിലേഷൻ ആയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് റൂളേഴ്സ് അങ്ങനെ ജസ്റ്റ് ട്രേഡ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കംപ്ലീറ്റ് കാര്യങ്ങളിലെ നിയന്ത്രണവും അഡ്മിനിസ്ട്രേഷനും ഭരണപരമായ കാര്യങ്ങളിലെല്ലാം ആര് വന്നു, ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാര് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ 1857, 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. നോക്കാം, ഇറ്റ് വാസ് ദ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണിത്. ഏത്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെ. ദ റിവോൾട്ട് ലെഡ് ടു ദ എൻഡ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ. ഈ റിവോൾട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളിംഗ് എന്ത് ചെയ്യിപ്പിച്ചു, അവസാനിപ്പിച്ചു. എന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നതിന് കാരണമായി. ദെൻ ലേറ്റർ, അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണവും റൂളിംഗ് ഒക്കെ അവസാനിപ്പിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ആഫ്റ്റർ ദിസ് ഇതിനു ശേഷം ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ബ്രിട്ടനിലെ രാജ്ഞി എന്ത് ചെയ്യാൻ തുടങ്ങി, നേരിട്ട് അധികാരങ്ങൾ ഏറ്റെടുത്ത് ഭരണകാര്യങ്ങളിലോട്ട് വന്നു എന്നുള്ളതാണ് കേട്ടോ. യെസ്, അവിടെ നോക്കാം, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് നമുക്ക് നോക്കിയാലോ. നോക്കാം, certain laws were introduced during the British rule to increase the Indians' involvement in administration. ഇന്ത്യക്കാർക്ക് കൂടുതൽ അല്ലെ, നമ്മൾ പാവ ഇന്ത്യക്കാര് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെ, ബ്രിട്ടീഷുകാരുടെ ഈ രീതിയിലുള്ള ഓരോരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മളോട് ചെയ്യുന്ന ഓരോ അതിക്രമങ്ങളും ക്രൂരതകളെയൊക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു, കുറച്ച് നിയമങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇവർ കൊണ്ടുവരാണ് നമ്മുടേതായ കാര്യങ്ങൾക്ക്. These laws allowed limited participation of Indians in the governance of British India. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ഇത് എന്ത് ചെയ്തു, സഹായിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഈ നിയമങ്ങള് സഹായിച്ചു. ഇനി ദ ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ഫ്രീഡം മൂവ്മെന്റ്സ് അഥവാ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്ലേഡ് എ മേജർ റോൾ, ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇൻ ദ മൂവ്മെന്റ് that fought for the India's independence. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഏതായിരുന്നു? INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. It was also the movement that officially put forward the demand for an independent constituent assembly to draft a constitution for India. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഏറ്റവും അധികം സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നും മുന്നോട്ട് വെച്ചത് ആര് തന്നെയായിരുന്നു? ഈ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അതാ കുറച്ച് പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരു കുറച്ച് പേപ്പറൊക്കെ ആയിട്ട് വട്ടം കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്ഡ് സെവറൽ ലോസ്. നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരുപാട് നിയമങ്ങള് ഇന്ത്യൻ പാർട്ടിസിപ്പേഷന് വേണ്ടി പാസ്സാക്കി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ദീസ് ലോസ് എയിംഡ് ടു എൻഷുർ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഈ നിയമങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു ബെറ്റർ ആയിട്ടുള്ള മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അല്ലെ. യെസ്, അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഒരെണ്ണം നോക്കിക്കടാ, ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം? ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യക്ക്
ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലെ. നമ്മൾ ഇനി അവരുടെ ഭരണകാര്യങ്ങളിലൊന്നും വേണ്ട, അവർ സ്വയം ഭരിച്ചോട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോട്ടെ, അവരിനി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് എ ഗ്രാൻഡ് എ സെൽഫ് റൂൾ ടു ഇന്ത്യ, ഇന്ത്യക്ക് സ്വയം ഭരണം നൽകാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ക്യാബിനറ്റ് മിഷനെ സെറ്റ് ചെയ്തു. എവിടേക്ക്? ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു ക്യാബിനറ്റ് മിഷനെ രൂപീകരിച്ചു. അത് ഇന്ത്യയിലേക്ക് അയച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് ഈ ക്യാബിനറ്റ് മിഷൻ 3 പേരടങ്ങുന്ന ഒരു 3 അംഗ സംഘ ക്യാബിനറ്റ് മിഷനൊക്കെ ഇന്ത്യയിലേക്ക് വരികയും അവർ ഇന്ത്യയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു. ആസ് എ റിസൾട്ട് ഇൻ 1946 അപ്പൊ ഇതിന്റെ ഫലമായിട്ട് 1946 എന്താ സംഭവിച്ചത്? ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഓർഡർ ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. കണ്ടോ? അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യാണ്? നിലവിൽ വരികയാണ്. നോക്കിക്കടാ, ഇനി ഞാനിവിടെ നമ്മുടെ ഭരണഘടന ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആമുഖം നമ്മുടെ കണ്ടോ, നമ്മുടെ ഭരണഘടനയുടെ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയുടെ കുറച്ച് ഭാഗം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? യെസ്, ഓക്കെ. അപ്പൊ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ. ഭാരതത്തിലെ ജനങ്ങളായ നാം, പരമാധികാര, സ്ഥിതിസമത്വം, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്കിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പ്രീആംബിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? എന്താണ് പ്രീആംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അല്ലെ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രീആംബിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രീആംബിൾ റിഫ്ലക്ട്സ് ദ മെയിൻ ഐഡിയാസ്. എന്തൊക്കെയാണ്? പ്രധാന ആശയങ്ങളും വാല്യൂസ്, മൂല്യങ്ങളും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് എല്ലാം എന്തിൽ പറയുന്നുണ്ട്? പ്രീആംബിളിൽ പറയുന്നുണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡ്ലൈൻസ് ടു അച്ചീവ് ദ ഡ്രീംസ് ആൻഡ് ഐഡിയൽസ് ചെറിഷ്ഡ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിലൂടെ നമ്മൾക്ക് കിട്ടിയ ഡ്രീംസും അതേപോലെ തന്നെ നമ്മുടെ ഐഡിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഡിക്ലെയർസ് ദാറ്റ് ദ പവർ ഓഫ് ദ നേഷൻ കംസ് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രത്തിന്റെ അധികാരം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ജനങ്ങളിൽ നിന്നാണെന്ന് കൂടി അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ജസ്റ്റിസ്, നീതി, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, സമത്വം ഇതെല്ലാം ഉറപ്പുവരുത്തുന്നും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കടാ, ഇവിടെ നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? സോവറൈനിറ്റി, സെക്യുലറിസം. ഏതൊക്കെയാണ്? സോവറൈനിറ്റി, സെക്യുലറിസം അഥവാ മതേതരത്വം അല്ലെ. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൽ തുടരാനും എല്ലാം ഉള്ള റൈറ്റ് നമുക്കുണ്ട്. റിപ്പബ്ലിക് ഉണ്ടല്ലേ. റിപ്പബ്ലിക്, നമ്മുടെ ഭരണാധികാരിയെ നമുക്ക് ഇലക്ഷൻ എന്ന പ്രക്രിയയിലൂടെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ. ഡെമോക്രസി, നമ്മൾ ജനാധിപത്യ രാജ്യമാണല്ലേ. ഡെമോക്രസി, സോഷ്യലിസം അഥവാ സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ അല്ലെ. എല്ലാവർക്കും തുല്യമായ സ്റ്റാറ്റസും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും കൊടുക്കുക. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ സോവറൈനിറ്റി, സെക്യുലറിസം, റിപ്പബ്ലിക്, ഡെമോക്രസി, സോഷ്യലിസം ആണ് അല്ലെ. വൺസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. സോവറൈനിറ്റി, സെക്യുലറിസം, റിപ്പബ്ലിക്, ഡെമോക്രസി, സോഷ്യലിസം. ഇതാ ഇവിടെ കാണാം. പരമാധികാരം ഏതൊക്കെയാണ്? പരമാധികാരം, മതേതരത്വം, റിപ്പബ്ലിക്, ജനാധിപത്യം, സ്ഥിതി സമത്വം. ഏതൊക്കെയാണ്? പരമാധികാരം, മതേതരത്വം, റിപ്പബ്ലിക്, ജനാധിപത്യം, സ്ഥിതി സമത്വം. ഇത്രയാണ് എന്തിൽ വരുന്നത്? നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന്. യെസ്, ഓക്കെ, വേഗമായിക്കോട്ടെ. യെസ്, അപ്പൊ നമ്മൾ തുടങ്ങിയത് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താന്നുള്ളതാണ് അല്ലെ. ഭരണഘടനാ വ്യവസ്ഥ, എല്ലാ അധികാരവും സർക്കാരിനോ റൂളേഴ്സിനൊന്നും കൊടുക്കാതെ ലിമിറ്റ് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ദെൻ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്രെയിമിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ എന്താ ചെയ്തത്? പതിയെ 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 നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ ഇടപെടുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു അല്ലെ. ദെൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ നടത്തിയ ആദ്യത്തെ ഏറ്റവും വലിയ ബഹുജന സമരം. അതിനുശേഷം എന്താ സംഭവിച്ചത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും ക്യൂൻ ഓഫ് ബ്രിട്ടൻ പിന്നീട് വരികയും ചെയ്തു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കൗൺസിൽ ആക്ടിനെ കുറിച്ചും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ഫ്രീഡം മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ 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 പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിന്റെ ലക്ഷ്യം എന്താണ്? കൂടുതൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാം.
ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ക്യാബിനറ്റ് മിഷൻ എന്തായിരുന്നു? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ച ഒരു മിഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിട്ടതായിരുന്നു ക്യാബിനറ്റ് മിഷനെ. അതിന്റെ നിർദ്ദേശപ്രകാരം ഓരോരോ കാര്യങ്ങൾ വരികയും ദെൻ പിന്നീട് ആമുഖത്തിലേക്കാണ് നമ്മൾ വന്നേ അല്ലെ. എന്തായിരുന്നു ആമുഖം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളും ദെൻ എന്തൊക്കെയായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ പാർട്ട് 1 കാണാത്തവര് നിർബന്ധമായിട്ടും 1 കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, 2 പഠിക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാ, ക്ലിയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കാണാം. ബൈ.